നമസ്കാരം. വാസ്തുപ്രകാരം ഒരു വീട് സ്വർഗതുല്യമാകുവാൻ ചില പൊടിക്കൈകൾ പറയുന്നതാകുന്നു. അത്തരത്തിൽ ഒന്നാണ് ചെടികൾ, വൃക്ഷങ്ങൾ. ചില ചെടികൾക്ക് വീടുകളിൽ ഭാഗ്യം നിറയ്ക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. ഇതിനാൽ അവ വീടുകളിൽ പ്രത്യേക ദിശകളിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഭാഗ്യം, ഉയർച്ച, ആരോഗ്യപരമായ ഉയർച്ച എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മറ്റ് അനേകം ഫലങ്ങളും വന്നു ചേരും. എന്നാൽ വീടിന്റെ ടെറസിൽ ചില ചെടികൾ വളർത്താവുന്നതാണ്. ഇങ്ങനെ ചെയ്യുവാൻ പാടുണ്ടോ? ഏതെല്ലാം ചെടികൾ ഇപ്രകാരം വളർത്തുവാൻ സാധിക്കും എന്നും ഏതെല്ലാം വളർത്തരുത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. തുളസി. ടെറസിന് മുകളിൽ ഒരിക്കലും തുളസി നിങ്ങൾ വളർത്താൻ പാടുള്ളതല്ല. അത്തരത്തിൽ ആരെങ്കിലും വളർത്തുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളുടെ ഫ്ലാറ്റിൽ വളർത്തുന്നതിൽ തെറ്റില്ല. ഞാൻ വീടിന്റെ കാര്യമാണ് പരാമർശിച്ചത്. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ടെറസിന് മുകളിലായി വളർത്തുന്നത് വലിയ ദോഷകരമായി തന്നെ വന്ന് ഭവിക്കും എന്ന കാര്യമാണ് പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടത്. വടക്ക് കിഴക്ക് അഥവാ ഈശാനകോൺ ദിശയിൽ വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം. വടക്ക് കുബേര ദിശയാകുന്നു. അതിനാൽ തന്നെ ഇവിടെ വളർത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. കിഴക്ക് ദിശയും ശുഭകരമാകുന്നു, ഊർജം വരുന്നതായ ദിശ. അതിനാൽ ഇവിടെ വളർത്തുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യം തന്നെയാണ് ഫലമായി വന്നു ചേരുക. പ്രധാന വാതിലിലേക്ക് തുളസിയിൽ തട്ടിയ കാറ്റ് വരുന്നത് ഏറ്റവും ശുഭകരമാണ്. അഥവാ വീടിനുള്ളിലേക്ക് പ്രധാന വാതിലിലൂടെ തുളസിയിൽ തട്ടിയ കാറ്റ് കയറുന്നത് ഏറ്റവും ശുഭമാണ് എന്ന് തന്നെ പറയാം. നാൾക്കുനാൾ അവരുടെ ജീവിതത്തിൽ ഉയർച്ച, സൗഭാഗ്യം വന്നു ചേരും എന്നാണ് ഫലം. അതിനാൽ തുളസി ഇപ്രകാരം വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ടെറസിന് മുകളിൽ പാടില്ല എന്ന കാര്യവും ഓർത്തിരിക്കുക. മുള്ളുള്ള ചെടികൾ. ഈ ചെടികൾ വീടുകളിൽ പാടില്ല എന്നാണ് പൊതുവെ പറയുക. പ്രത്യേകിച്ചും ടെറസിൽ നിങ്ങൾ വളർത്തുകയാണ് എങ്കിൽ പെട്ടെന്നാണ് നെഗറ്റീവ് ഊർജം വർദ്ധിക്കുക. അഥവാ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുവാൻ അതൊരു കാരണമായി തീരും. അതിനാൽ തന്നെ ആ വീടുകളിൽ ചില അബദ്ധവശാൽ പല കാര്യങ്ങളും സംഭവിക്കാം. കലഹങ്ങൾ വർദ്ധിക്കാം. പല രീതിയിലുള്ള നഷ്ടങ്ങൾ വന്നു ചേരാം. നെഗറ്റീവ് ഊർജം പ്രവഹിക്കുന്നതിനാൽ ഒരു കാര്യവും ശരിയായ രീതിയിൽ ചിന്തിക്കുവാൻ സാധിക്കണം എന്നില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളെ ബാധിക്കാവുന്നതാകുന്നു. അതിനാൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ ഇവ ഒഴിവാക്കേണ്ടതാകുന്നു. പാൽ വരുന്നതായ ചില ചെടികളുണ്ട്. തണ്ടൊടിച്ചാൽ പാൽ വരുന്ന ചെടികൾ പാടില്ല എന്നാണ് പറയുക. ഇത്തരത്തിൽ സംഭവിക്കുന്നത് അതീവ ദോഷകരമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. സൗഭാഗ്യം നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും. പ്രത്യേകിച്ചും ടെറസിൽ ഇവ വളർത്തുവാൻ പാടുള്ളതല്ല. നെഗറ്റീവ് ഊർജം വർദ്ധിക്കുകയും അത് ആ വീടുകളിലേക്ക് പ്രവേശിക്കുകയും അംഗങ്ങൾക്ക് എപ്പോഴും പല രീതിയിലുള്ള അസുഖങ്ങൾ, മനസ്സുഖമില്ലാത്തതായ അവസ്ഥ, എപ്പോഴും മനസ്സിൽ ദുഃഖങ്ങൾ അലട്ടുക, ഇത്തരത്തിൽ നിരവധിയാർന്ന പ്രശ്നങ്ങൾ ആ വീട്ടിലെ അംഗങ്ങളെ ബാധിക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ വീടുകളിലും ടെറസിലും വളർത്തരുത് എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഇവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട്. പലരും വീടുകളിൽ വളർത്തുന്നതായ ഒരു സസ്യമാണ് ബോൺസായി സസ്യങ്ങൾ അഥവാ ചെടികൾ. ചെറിയ രൂപത്തിൽ വലിയ മരങ്ങൾ, ചെടികൾ മനോഹരമായി വളർത്തുന്നതായ രീതി. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവയുടെ വളർച്ച മുരടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ വലിയ ദോഷമാണ് എന്ന് പറയാം. വീടിന് മുകളിൽ വളർത്തുന്നത് അത്ര ശുഭകരമല്ല. ആരെങ്കിലും വളർത്തുന്നുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ശുഭകരം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. വാസ്തുപ്രകാരം അത് വലിയ ദോഷകരമായ കാര്യം തന്നെയാകുന്നു. ആ വീട് ക്ഷയിച്ച് ഇല്ലാതാകും എന്നാണ് പറയുക. അതായത് പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ സംഭവിക്കണം എന്നില്ല. എന്നാൽ പടിപടിയായി നിങ്ങൾ നാശങ്ങൾ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. പലവിധ ദുരിതങ്ങൾ വിട്ടു പോകാത്തതായ അവസ്ഥയാണ് ഉണ്ടാവുക. അതിനാൽ ഒരിക്കലും വളർത്തരുത്. മാറി മാറി അസുഖങ്ങൾ, രോഗബാധിതരായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.
പലരും വീടിന് മുകളിലായി മുളക് വളർത്തുന്നതാകുന്നു, അഥവാ ടെറസിൽ വളർത്തുന്നതാണ്. ഇത്തരത്തിൽ ടെറസിൽ നിങ്ങളും വളർത്തുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം അത് ശുഭകരമല്ല എന്ന് തന്നെയാകുന്നു, വലിയ ദോഷം തന്നെയാകുന്നു. പ്രധാനമായും ആ വീടുകളിൽ സമാധാനം ഇല്ലാത്തതായ അവസ്ഥ വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾ വർദ്ധിക്കാം. കൂടാതെ ദുരിതങ്ങൾ, രോഗദുരിതങ്ങൾ അനേകം എന്നിവ വന്നു ചേരാം. അതിനാൽ തന്നെ ആ വീടുകളിൽ മനസമാധാനം ലഭിക്കണം എന്നില്ല. ഏറ്റവും ദോഷകരമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിന് മുകളിൽ വളരുന്നുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. മറ്റൊരു സസ്യം കറിവേപ്പാകുന്നു. കറിവേപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന കാര്യങ്ങൾ ഏവർക്കും അറിയാം. എന്നാൽ ചെടിച്ചട്ടിയിൽ ചിലർ മുകളിൽ വളർത്തുന്നതാകുന്നു. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ ആ കാര്യം പാടില്ല എന്ന് തന്നെയാണ്. വലിയ ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് അത് കാരണമായി തീരും. ദുരിതങ്ങൾ വിട്ടൊഴിയില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. രോഗദുരിതങ്ങൾ, കലഹം എന്നിവ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാതിരിക്കുന്നു അഥവാ വർദ്ധിക്കുന്നു എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ, സമയനഷ്ടം, മറ്റു മനപ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തീർച്ചയായും കറിവേപ്പ് ഇപ്രകാരം വളർത്തുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളെ ദോഷകരമായി ബാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ചിലർ ചെടികൾ വീടിന് മുകളിൽ വളർത്തുന്നവരാകുന്നു. എന്നാൽ അവ വളർത്തുകയും ചിലത് ഉണങ്ങിപ്പോവുകയും ചെയ്യും. എന്നാൽ ഇത്തരത്തിൽ ഉണങ്ങിപ്പോയാലും ചിലർ അതവിടെ നിർത്തുന്നതാകുന്നു. ഒഴിവാക്കണം എന്നില്ല. അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് ദോഷകരമാണ് എന്നാകുന്നു. നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. കൂടാതെ ദൗർഭാഗ്യം വന്നു ചേരുന്നതിനും ഭാഗ്യം നഷ്ടമാകുന്നതിനും അത് കാരണമായി തീരാം. അതിനാൽ ഒരിക്കലും ഇതവിടെ നിർത്തുവാൻ പാടുള്ളതല്ല. യഥാസമയം ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇനി പരാമർശിക്കാനായി പോകുന്നത്, ചില ചെടികൾ ടെറസിന് മുകളിൽ വളർത്തിയാൽ പെട്ടെന്ന് തന്നെ ധനപരമായ നേട്ടങ്ങൾ അഥവാ ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. അത് ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. സാധിക്കുന്നവർ ഈ ചെടികൾ എല്ലാം തന്നെ വളർത്തുവാൻ ശ്രമിക്കുക. അതിൽ ആദ്യത്തേതായി പരാമർശിക്കുന്നത് റോസാ പുഷ്പം തന്നെയാണ്. റോസാ ചെടി, റോസ് വീടുകളിൽ വളർത്തുവാൻ ഉത്തമമായ ചെടി തന്നെയാകുന്നു. ടെറസിൽ വളർത്തുന്നതും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. മുള്ളുള്ള ചെടിയാണ്, എന്നാൽ സുഗന്ധമുള്ള പുഷ്പങ്ങൾ തരുന്നതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കുക. കിഴക്ക് ദിശയിലായി തന്നെ വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കിഴക്ക് ദിശയിലല്ല ഇരിക്കുന്നത് എങ്കിൽ കിഴക്ക് ദിശയിൽ വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു സസ്യമായി പരാമർശിക്കുന്നത് കറ്റാർവാഴയാണ്. ഇന്ന് പല വീടുകളിലും പൊതുവെ കാണുന്ന ഒരു സസ്യം കൂടിയാണ് കറ്റാർവാഴ. എന്നാൽ പ്രധാന വാതിലിന് മുകളിലായി തന്നെ ഇവ വരുന്നു എങ്കിൽ അഥവാ ഈ ഭാഗത്തായി ഇവ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഭാഗ്യം, സന്തോഷം, പുതിയ അവസരങ്ങൾ, പോസിറ്റീവ് ഊർജം നാൾക്കുനാൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കാം. അതിനാൽ തീർച്ചയായും കറ്റാർവാഴ ഇവിടെ വളർത്തുകയും ശരിയായ രീതിയിൽ നിങ്ങൾ പരിപാലിക്കുവാനും ശ്രമിക്കേണ്ടതാകുന്നു. എന്നിരുന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കൂ. ഒരിക്കലും വീടിന്റെ മധ്യത്തിൽ ചെടികൾ, അതായത് ടെറസിൽ വളർത്തുവാൻ പാടുള്ളതല്ല. മധ്യത്തിലായി ഇത്തരത്തിൽ ആരെങ്കിലും വളർത്തുന്നുണ്ട് എങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ ദോഷം തന്നെയാണ് അത്. ഊർജ പ്രവാഹം കുറയുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ നിങ്ങൾക്ക് അത് ദോഷമേ നൽകൂ എന്ന കാര്യവും ഓർക്കുക.